ഹായ് ഫ്രണ്ട്സ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമിഴിൽ കണ്ടപ്പോൾ എന്റെ കാര്യം മനസ്സിലായിണ്ടാവും. ആഫ്രിക്കൻ മുഷി എന്ന് പറഞ്ഞൊരു മീനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ ചാനലിൽ ഇതുവരെ നമ്മൾ ആഫ്രിക്കൻ മുഷിയുടെ ഒരു വീഡിയോസ് ഇട്ടിട്ടില്ല. അപ്പൊ ഇന്ന് ആദ്യമായിട്ടാണ് ആഫ്രിക്കൻ മുഷി എന്ന് പറഞ്ഞൊരു മീന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ആഫ്രിക്കൻ മുഷി നമ്മുടെ കയ്യിലില്ല. നമ്മുടെ ഒരു ഏട്ടനാണ് ആ മീനെ വളർത്തണത്. അപ്പൊ ഏട്ടൻ പറഞ്ഞത് ആ ടാങ്കിലത്തെ വെള്ളം നന്നായിട്ട് നാശമുണ്ട്. ഇന്ന് നമ്മൾ ആ ഏട്ടന്റെ വീട്ടിൽ പോയിട്ട് ആ ടാങ്കിലത്തെ വെള്ളം മാറ്റും. അതിന്റെ ഒപ്പം തന്നെ ആ മീനുകളുടെ സൈസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഏട്ടന്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടിരിക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ എന്തായാലും നമുക്ക് ആ ചേട്ടന്റെ വീട്ടിലേക്ക് പോവാം. ഇപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. വീടിന്റെ സൈഡിലാണ് ഈ ഒരു ടാങ്ക് വെച്ചിരിക്കണത്. ഇപ്പോൾ ഈ ടാങ്ക് ഉണ്ടാക്കിയിരിക്കണത് നമ്മുടെ സാധാ വാട്ടർ ടാങ്കില്ലേ, ആ ടാങ്ക് കട്ട് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഇങ്ങനെ നോക്കി നമ്മുടെ ആഫ്രിക്കൻ മുഷീനെ കാണാൻ പറ്റില്ല. അപ്പോൾ വെള്ളം നന്നായി നാശമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും മേലെ വന്ന് തീറ്റ എടുക്കുമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ കുറച്ച് തീറ്റ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ തീറ്റ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ മീനുകൾ വന്ന് തീറ്റ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ഇവന്മാരുടെ സൈസ് ക്ലിയറായി മനസ്സിലാക്കാൻ പറ്റണില്ല. എന്തായാലും അത്യാവശ്യം വലിപ്പമുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് കുറച്ച് മീനുകളെ പിടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം എന്തായാലും തീറ്റ നന്നായി എടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 10-20 എണ്ണത്തിൻ്റെ മേലെ ഉണ്ട് ഇതിൽ. അപ്പോൾ പതുക്കെ ഓരോരുത്തരായി വന്ന് ഫീഡ് എടുക്കുന്നുണ്ട്. രാവിലെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിനും കുറച്ചും കൂടി സൈസുള്ള പെല്ലറ്റാണ് കൊടുക്കാറ്. അപ്പോൾ ആ പെല്ലറ്റ് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചെറിയ പെല്ലറ്റ് കൊടുക്കണത്. അപ്പോൾ വെള്ളം മാറ്റാനുള്ള പരിപാടികൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ടാങ്കിൻ്റെ അടിവശത്തുകൂടെ ചെറിയൊരു പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൈം പിടിക്കും വെള്ളം മൊത്തം ഒന്ന് പോവാൻ. അപ്പോൾ വെള്ളം വേഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ബക്കറ്റ് ഉപയോഗിച്ച് നമ്മൾ മുക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം കുറച്ചും കൂടി കുറഞ്ഞ് കഴിഞ്ഞാൽ മീനുകളെ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ബക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് മുഷികളെ പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബക്കറ്റിൽ 2 ആഫ്രിക്കൻ മുഷികളെയാണ് കിട്ടിയിരിക്കുന്നത്. ആഫ്രിക്കൻ മുഷികളെ പറ്റി പറയുകയാണെങ്കിൽ ഇവന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവന്മാരുടെ എനർജി തന്നെയാണ്. ഇതേപോലെ നമ്മൾ അവരേനെ വെള്ളമൊന്നും ഇല്ലാണ്ട് ഇട്ടാലും കുറേ നേരം വരെ അവന്മാർ സിമ്പിളായിട്ട് തന്നെ സർവൈവ് ചെയ്തോളും. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് കൂട്ടത്തിലെ ഏറ്റവും കുഞ്ഞനും അതേപോലെ തന്നെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മുഷീനെയാണ്. അപ്പോൾ ഇവന്മാരുടെ ലൈഫ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 8 കൊല്ലമൊക്കെ കിട്ടും. പിന്നെ ഇവന്മാർ ഏകദേശം ഒരു അഡൾട്ടായി കഴിഞ്ഞാൽ 60 കിലോ വരെ തൂക്കം വയ്ക്കും. അതേപോലെ തന്നെ 1.5 മീറ്റർ 2 മീറ്റർ വരെ നീളവും വയ്ക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മുഷി എന്ന് പറഞ്ഞൊരു മീന് ഏകദേശം എത്രത്തോളം വലിപ്പം വയ്ക്കുമെന്ന്. ഇപ്പോൾ നമ്മൾ ആഫ്രിക്കൻ മുഷീനെ പിടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമാണ് പിടിക്കാൻ പാടുള്ളൂ. അത് കുത്തി കഴിഞ്ഞാൽ നല്ല വേദനയാണ്. അപ്പോൾ നമ്മൾ പുറത്തേക്കിട്ട 2 മീന് അകത്തേക്ക് തന്നെ ഇട്ടുണ്ട്. നമ്മുടെ ഈ ടാങ്കിലത്തെ വെള്ളം നന്നായി കുറഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ മീനെ നന്നായി കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ടാങ്കിലത്തെ വെള്ളം ഏകദേശം അടി വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം അത്യാവശ്യം വറ്റിയപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്കിനെ ഇതേപോലെ ചെരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെരിച്ച് വയ്ക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ മീനുകളും വന്നിട്ട്
ആ ഹോളിൻ്റെ അവിടെ ഇതേപോലെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു വടിക്കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ വെള്ളം പോവില്ല. കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം, അപ്പോൾ എല്ലാ വെള്ളവും പോയി കിട്ടും. ഇപ്പോൾ ഈ ഒരു ടാങ്കിലത്തെ വെള്ളം കംപ്ലീറ്റ് വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ടാർപ്പായ ഇതേപോലെ വിരിച്ച് അതിലേക്ക് വെള്ളം അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ഇതിലത്തെ മീനുകളെ കുറച്ചെണ്ണത്തിന് പിടിച്ച് നമ്മൾ ഇതിൽ ഇടാൻ പോവുകയാണ്. ഇതിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് അതിൻ്റെ സൈസൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പൈപ്പ് ഉപയോഗിച്ച് ഈ ഒരു ടാങ്ക് നമ്മൾ കഴുകി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു ടാങ്കിൽ വെള്ളം നിറച്ചിട്ട് കംപ്ലീറ്റ് മുഷികളെയും ടാർപ്പായിലേക്ക് മാറ്റിയതിന് ഈ ഒരു ടാങ്കിലേക്ക് തന്നെ ഇടാം. അപ്പോൾ നമ്മൾ ഈ ടാങ്കിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പകുതി മുഷികൾ ഈ ടാങ്കിൽ കിടക്കുന്നുണ്ട്, ബാക്കി പകുതി എണ്ണത്തിനെയാണ് നമ്മൾ ആ ടാർപ്പായയിൽ കൊണ്ടുപോയിട്ടത്. എന്തായാലും ആ ടാർപ്പായയിൽ കിടക്കുന്ന മീനുകളെ നമുക്ക് ഈ ഒരു ടാങ്കിലേക്ക് ഇടാം. പിന്നെ കുറച്ചും കൂടി വെള്ളം മാത്രമാണ് നിറയാനുള്ളത്. അപ്പോൾ എന്തായാലും വെള്ളം മാറ്റി നമ്മൾ ഈ ഒരു ടാങ്ക് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ മീനുകൾ നീന്തണതൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന വീഡിയോ ആഫ്രിക്കൻ മുഷികളുടെ വീഡിയോ തന്നെയാണ്. ആഫ്രിക്കൻ മുഷികളുടെ ഫീഡിങ് വീഡിയോയാണ് അടുത്തതായിട്ട് നമ്മുടെ ചാനലിൽ വരാൻ പോകുന്ന വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.